കുട്ടിക്കഥ 10 ഡിറ്റക്റ്റീവ് ഡെയ്സി ആൻഡ് ദ മിസ്റ്ററി ഓഫ് മിസ്സിംഗ് മഫിൻസ്. സണ്ണിവിൽ എന്ന നഗരത്തിൽ പ്രഭാതം ഉണരുകയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയാണ് സിറ്റി ഉണരുന്നത്. അവിടെ മിസ്സിസ് മേപ്പിൾ നടത്തി വരുന്ന ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അന്ന് രാവിലെ മിസ്സിസ് മേപ്പിൾ വന്നപ്പോൾ താൻ ഉണ്ടാക്കി വെച്ചിരുന്ന ബ്ലൂബെറി മഫിനുകൾ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടേക്ക് ഡിറ്റക്റ്റീവ് ഡെയ്സിയും അവളുടെ പൂച്ചയുമായ മാക്സും എത്തി. അവൾ മാപ്പിളിനോട് പറഞ്ഞു, പേടിക്കേണ്ട, ഞാനിത് കണ്ടുപിടിച്ചു തരാം. ഡെയ്സി തുടർന്നു. അപ്പോഴതാ മഫിനുകൾ ചിതറിക്കിടക്കുന്നതായി അവൾ കണ്ടു. അതങ്ങനെ പുറത്തേക്ക് നീണ്ടു കിടക്കുന്നതായി അവൾ കണ്ടു. അങ്ങനെ അവർ ആ പാത പിന്തുടർന്നു. അങ്ങനെ നോക്കുമ്പോൾ നിലത്തൊരു ബട്ടൺ കിടക്കുന്നത് ഡെയ്സി കണ്ടു. അത് മോഷ്ടാവിൻ്റെ ആയിരിക്കാം അവൾ കരുതി. അങ്ങനെ അവർ നടന്ന് തോട്ടത്തിലേക്ക് എത്തി. അവിടെ വെച്ച് മാക്സ് മണം പിടിച്ചു. അപ്പോൾ അവന് ഇവിടെ ആരോ ഉള്ളതായി തോന്നി. അവിടെയുള്ള ബുഷുകൾ അനങ്ങുന്നുണ്ടായിരുന്നു. ബുഷുകളുടെ അടുത്തേക്ക് നീളുന്ന കാൽപ്പാടുകൾ അവർ പിന്തുടർന്നു. പക്ഷേ അത് ന്യൂട്ടി എന്ന അണ്ണാൻ കുഞ്ഞായിരുന്നു. അവരെ കണ്ടതും ന്യൂട്ടി പറഞ്ഞു, ഞാനല്ല എടുത്തത്, പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തു. ന്യൂട്ടിയും അവരുടെ കൂടെ കൂടി. അവൻ അവരോട് പറഞ്ഞു, ഞാൻ അവിടെ ഉള്ളപ്പോൾ വലിയ ബൂട്ടുകളുള്ള ഒരാൾ ബേക്കറിയെ ചുറ്റിപ്പറ്റി നടക്കുന്നതായി കണ്ടു. ചിലപ്പോൾ അവനായിരിക്കാം. അത് കേട്ടതും മാക്സ് ചിന്തിച്ചിട്ട് പറഞ്ഞു, വലിയ ബൂട്ടുകൾ അണിയുന്ന തോട്ടക്കാരനുണ്ട്, അവനാണ് മിസ്റ്റർ ഗ്രാമ്പിൾ. എന്നാൽ നമുക്ക് അവിടെ ചെന്ന് അവനോട് ചോദിച്ചാലോ? അവർ അവിടെ ചെന്ന് ഗ്രാമ്പിളിനോട് കാര്യങ്ങൾ തിരക്കി. ഗ്രാമ്പിൾ പറഞ്ഞു, ശരിയാണ്, ഞാൻ അവിടെ പോയിരുന്നു, പക്ഷെ ഞാൻ മോഷ്ടിച്ചില്ല. ഞാനും ചില ശബ്ദങ്ങൾ കേട്ടിരുന്നു, പക്ഷേ കാറ്റിന്റെ ആണെന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ ആ ഫ്ലവർ ബഡിനടുത്ത് ബൂട്ട്സുകൾ അവർ കണ്ടു. മാക്സ് മണത്ത് നോക്കിയപ്പോൾ അതുമേ ബ്ലൂബെറിയുടെ മണമുണ്ടായിരുന്നു. മഫിനുകൾ ബ്ലൂബെറിയുടേതായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ പുറകിലൂടെ ഒരു നിഴൽ പോകുന്നതായി അവർക്ക് തോന്നി. ആരായിരിക്കും അത്? അതറിയാൻ കുറച്ചും കൂടി കാത്തിരിക്കൂ കൂട്ടുകാരെ. തൽക്കാലത്തേക്ക് വിടാം. ബൈ.